ആർക്കും ധൈര്യമില്ല. കാരണം ഓപ്പറേഷന് പോകുന്ന ആളുടെ സർജറി കഴിഞ്ഞാൽ സർജറിക്ക് ഉപയോഗിച്ച വസ്തുക്കൾ തുന്നിക്കെട്ടി കൊടുക്കുക, കുപ്പിച്ചില്ല് കയ്യിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി ഒരു സാധാരണക്കാരൻ ആശുപത്രിയെ സമീപിക്കുമ്പോൾ കുപ്പിച്ചില്ല് കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ തുന്നിക്കെട്ടി കൊടുക്കുക. നമ്മുടെ തൊട്ടടുത്ത് ഒരു പെൺകുട്ടി അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയി അവസാനം കൈ പഴുത്ത് കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാവുക. അപ്പം എന്ത് ബോധമാണ്, എന്ത് സൂചനയാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് ഇവിടുത്തെ സാധാരണക്കാരന് അവരുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്? ഇത് വർദ്ധിക്കുമ്പോൾ, ഈ ചിന്ത വർദ്ധിക്കുമ്പോൾ 5 സെന്റ് സ്ഥലം വിറ്റാലും വേണ്ടില്ല എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നുള്ള തോന്നൽ ആശുപത്രിയിലേക്ക് പോകുന്ന സാധാരണക്കാരൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അടിയന്തര നടപടികൾ സ്വീകരിക്കാത്തത്? എന്നെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്ര കണ്ട് വിട്ടുവീഴ്ചയുണ്ടായിട്ടും ആ മന്ത്രിയെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ചുമതലയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ശ്രീമതി വീണ ഇത്ര ധൈര്യത്തോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അഹന്തയോടുകൂടി സംസാരിക്കുന്നത്? എന്താ അതിന്റെ കാരണം? കോട്ടയം മെഡിക്കൽ കോളേജിൽ മകളുടെ കൂടെ കൂട്ടിരിക്കാൻ പോയ അമ്മ കെട്ടിടം തകർന്ന് വീണ് മരിച്ചു. ആ കെട്ടിടം തകർന്ന് വീണ് മരിക്കുമ്പോഴും, ആശുപത്രിയിലെ ഗർഭിണികൾ മരണപ്പെടുമ്പോഴും, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും, സർജറി ചെയ്ത ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഇത്ര ധൈര്യത്തോടുകൂടി എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി മുന്നോട്ട് പോകുന്നത്? മന്ത്രിമാർ ഉള്ളിൽ ചിരിക്കുകയാണ്. അവർക്കെല്ലാം കാര്യമറിയാം. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ പരിശ്രമിക്കുന്നത് ഇവിടത്തെ സാധാരണക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലെന്നും ഈ പാർട്ടിയുടെ നേതൃത്വവും ഈ പാർട്ടിയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള പിണറായി വിജയനും ഈ അമേരിക്കൻ ലോബിയുമായിട്ട് സഖ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടുത്തെ എല്ലാ മന്ത്രിമാർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയെ ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുക? ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ആരോഗ്യ മേഖലയിലെ ഈ തെറ്റുകളെ കുറിച്ച് അടിയന്തരമായി പരിശോധന നടത്താൻ ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീഴുന്നത്? അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.